ഉടൻ തന്നെ മൗലാന ഷൗക്കത്ത് അലി ചെയർമാനായി മുസ്ലിങ്ങളുടെ ദുരിതങ്ങൾ കടത്തി വരുത്തുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. മലബാറുകാരുടെ യാതനകളും കഷ്ടപ്പാടുകളും നേരിൽ കാണാൻ അബ്ദുറഹ്മാൻ സാഹിബ് സദസ്യരോട് അഭ്യർത്ഥിച്ചിരുന്നു. ആ സദസ്സിൽ പഞ്ചാബിലെ സമ്പന്ന കുടുംബാംഗവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ മൗലാന അബ്ദുൽ ഖാദർ ഖസൂരിയും ഉണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ സാഹിബിന്റെ അഭ്യർത്ഥന മാനിച്ച് മൗലാന ഖസൂരി തന്റെ പുത്രന്മാരായ മുഹിയുദ്ദീൻ അഹമ്മദ് ഖസൂരിയെയും മുഹമ്മദ് അലി ഖസൂരിയെയും മലബാറിലേക്ക് അയച്ചു. അതിനെ തുടർന്നാണ് മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുമായ 25,000 അഗതികൾക്ക് 6 മാസത്തിലധികം തുടർച്ചയായി സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങളുടെ കോട്ടപ്പറമ്പ് മാളിയേക്കൽ കാതിരിക്കോയ ഹാജി തുടങ്ങിയ ഒട്ടേറെ പേർ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി. 1922 അന്നത്തെ വൈസ്രോയി ബേബൽ പ്രഭുവിന്റെ പ്രത്യേക അനുവാദത്തോടെ 1924 സാമൂതിരിയുടെ നിർദ്ദേശപ്രകാരം പട്ടണത്തിൽ നിന്ന് 5 നാഴിക കിഴക്ക് മാറി വെള്ളിമാട് കുന്നിൽ സ്വന്തമായി വാങ്ങിയ ജമിയത്ത് ഹില്ലിൽ JDP പ്രവർത്തിച്ചു തുടങ്ങി. വെള്ളിമാട് കുന്നിലെ കേന്ദ്ര സ്ഥാപനത്തിന് പുറമെ എടവണ്ണയിലും തിരുവങ്ങാടിയിലും മുസ്ലിങ്ങളുടെ ദുരിതങ്ങൾ കടത്തിവരുത്തുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. മലബാറുകാരുടെ യാതനകളും കഷ്ടപ്പാടുകളും നേരിൽ കാണാൻ അബ്ദുറഹ്മാൻ സാഹിബ് സദസ്യരോട് അഭ്യർത്ഥിച്ചിരുന്നു. ആ സദസ്സിൽ പഞ്ചാബിലെ സമ്പന്ന കുടുംബാംഗവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ മൗലാന അബ്ദുൽ ഖാദർ ഖസൂരിയും ഉണ്ടായിരുന്നു. പുറക്കുന്നത് അശരണരും ആനന്ദഹീനരുമായ 25,000 അഗതികൾക്ക് 6 മാസത്തിലധികം തുടർച്ചയായി സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് JDP ഇസ്ലാം അനാഥശാലയ്ക്ക് തുടക്കമിടുന്നത്. പൊന്മാടത്ത് മൊയ്തീൻ കോയ, കോട്ടപ്പറമ്പ് മാളിയേക്കൽ കാതിരിക്കോയ ഹാജി തുടങ്ങിയ ഒട്ടേറെ പേർ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി. 1922 അന്നത്തെ വൈസ്രോയി ബേബൽ പ്രഭുവിന്റെ പ്രത്യേക അനുവാദത്തോടെ കോഴിക്കോട് പട്ടത്തെരുവിലുള്ള പുതിയ മാടത്തുമൽ വീട്ടിലാണ് JDP ഇസ്ലാം പ്രവർത്തനം ആരംഭിച്ചത്. 1922 ജൂലൈ 3 സാമൂതിരിയുടെ നിർദ്ദേശപ്രകാരം പട്ടണത്തിൽ നിന്ന് 5 നാഴിക കിഴക്ക് മാറി വെള്ളിമാട് കുന്നിൽ സ്വന്തമായി വാങ്ങിയ ജമിയത്ത് ഹില്ലിൽ JDP പ്രവർത്തിച്ചു തുടങ്ങി. വെള്ളിമാട് കുന്നിലെ കേന്ദ്ര സ്ഥാപനത്തിന് പുറമെ എടവണ്ണയിലും തിരൂരങ്ങാടിയിലും കൊടുങ്ങല്ലൂരിലും 3 അനുബന്ധ സ്ഥാപനങ്ങൾ കൂടി നിലവിൽ വന്നു. പിന്നീട് അവയെല്ലാം സ്വതന്ത്ര സ്ഥാപനങ്ങളായി മാറി. 1924 ഭയാനകമായ വെള്ളപ്പൊക്കവും 1943 മരണം വിതച്ച കോളറയും അനാഥാലയത്തിലെ അംഗസംഖ്യ വർദ്ധിക്കാനിടയാക്കിയ സംഭവങ്ങളായിരുന്നു. The dawn of 20th century, Malabar had witnessed historic Mappila rebellion against the British. Thousands of children were orphaned and many were widowed aftermath of the rebellion. Knowing the grief and hearing the cries of these unfortunate people, missionaries of Punjab established insurance and self-selection. JDP Islam, we stand and ensure better future for everything Muslim. It was just the beginning. We also nursing knowledge, on salvation, and visiting our society. When we will stay and advance diagnostic centers.
വിദ്യാർത്ഥികൾ ദയവായി നല്ല രസമാണ് കാണാൻ ഒരു മലബാർക്കാരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ബ്രിട്ടീഷ് കളക്ടർ തോമസിനും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനും അപേക്ഷ നൽകി. പക്ഷെ അതുകൊണ്ട് ഫലമുണ്ടായില്ല. ആവർത്തിച്ചു നൽകിയ കത്തുകൾക്കും മറുപടിയില്ലാതെ വന്നപ്പോൾ അദ്ദേഹം മലബാറിലെ സ്ഥിതിഗതികൾ നേരിട്ട് കണ്ട് അതിന്റെ ദാരുണമായ ചിത്രം പത്രങ്ങൾക്ക് നൽകി. മദ്രാസിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്ന ആ സദസ്സിൽ പഞ്ചാബിലെ സമ്പന്ന കുടുംബാംഗവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായി. പിന്നീട് മാതാവിന്റെ സ്മരണയ്ക്കായി അവരുടെ മൂന്നാമത്തെ മകനായ അരക്കൽ ഹുസൈൻ രാജയാണ് 1932 നവംബർ 30-ന് ആ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചത്. 1932-ൽ JDT ഇസ്ലാമിന് കീഴിൽ ഒരു ലോവർ പ്രൈമറി സ്കൂൾ സ്ഥാപിക്കുകയും 1957-ൽ അത് ഹൈസ്കൂളായി ഉയർത്തപ്പെടുകയും ചെയ്തു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വെളിച്ചം കാണിച്ച് ഇന്നും JDT സൂര്യശോഭയോടെ തിളങ്ങി നിൽക്കുന്നു. കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഐതിഹാസികമായ JDT-യുടെ 100ാം വാർഷികാഘോഷങ്ങളുടെ സമുദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി JDT ക്യാമ്പസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ സാർ തന്നെയാണ് ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾ ഹർഷപുളകിതരാണ്. ഇന്ന് ഈ മഹനീയ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ഇതാ വേദിയിലേക്ക് കടന്നു വരികയാണ്. സ്വാഗതം സർ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. അനാഥരുടെയും അഗതികളുടെയും സംരക്ഷണത്തിനായി 1922-ൽ സേവനയാത്ര തുടങ്ങിയ ജമിയത്തുൽ ദഅവ ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളുടെയും മറ്റ് വിശിഷ്ട വ്യക്തികളുടെയും ഈ സദസ്സിൻ്റെയും മഹനീയ സാന്നിധ്യത്തിൽ പ്രൗഢമായ JDT ഇസ്ലാം ശതാബ്ദി വർഷ പ്രഖ്യാപന സമ്മേളനത്തിലേക്ക് നമുക്ക് ചുവടുവെക്കാം. പ്രാർത്ഥനാഗീതം ആലപിക്കുന്നതിനായി JDT ഹൈസ്കൂൾ വിദ്യാർത്ഥിനികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ അഭ്യർത്ഥിക്കുന്നു.
പ്രഭാതത്തിൽ പ്രാർത്ഥനയിലൂടെ നമ്മിൽ ദിവ്യ ചൈതന്യമുണർത്തിയ JDT ഇസ്ലാം ഹൈസ്കൂളിലെ കൊച്ചു കൂട്ടുകാർക്ക് നന്ദി. കരുണയും ആർദ്രതയും രക്തത്തിലലിഞ്ഞ സേവനത്തിൻ്റെ ആൾരൂപമായ JDT ഇസ്ലാമിൻ്റെ സെക്രട്ടറിയും ഇക്ര ഹോസ്പിറ്റലിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ PC അൻവർ സാറാണ് പ്രൗഢമായ ഈ ഉദ്ഘാടന സമ്മേളനത്തിനെത്തിയ അതിഥികളെ സ്വാഗതം ചെയ്യുന്നത്. സ്വാഗത ഭാഷണത്തിനായി ഡോക്ടർ PC അൻവർ സാറിനെ സാദരം ക്ഷണിക്കുന്നു. നെഞ്ചിലേറ്റിയ ഞങ്ങൾ ആഘോഷത്തെയും JDTയും ഇക്രയും നെഞ്ചിലേറ്റിയ ഒരുപാട് സ്റ്റാഫ് അംഗങ്ങൾ, അവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അഭിവാദ്യങ്ങളും സ്വാഗതവും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികളും നാട്ടുകാരും ഇവിടുത്തെ JDTയുടെ എല്ലാ അധ്യക്ഷൻ സാമൂഹിക വിദ്യാഭ്യാസ മേഖലയിലെ നിറസാന്നിധ്യം ജനാബ് CP കുഞ്ഞ് മുഹമ്മദ് സാഹിബ് സദസ്സിന് അധ്യക്ഷത വഹിക്കുന്നു. ബഹുമാന്യനായ നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഈ സ്ഥാപനത്തിൽ ഏകദേശം 4500 പരം ജീവനക്കാർ പ്രവർത്തിക്കുന്നുണ്ട് സാർ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ സ്വപ്നമായ മെഡിക്കൽ കോളേജിന് സർക്കാർ NOC തന്നാൽ മാക്സിമം 5 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഈ സ്ഥാപനം മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ സന്നദ്ധരാണ്. അതിനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കുണ്ട്, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറുണ്ട്. 2500 പരം രോഗികളാണ് മലാപ്പുറം ഹോസ്പിറ്റലിൽ ദിവസേന ഓപ്പിക്കായി വരുന്നത്. 450 അടുത്തതായി JDT ശതാബ്ദ വാർഷികാഘോഷത്തിന്റെ ലോഗോ പ്രകാശനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വേദിയിൽ വെച്ച് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നിർവഹിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ഈ സദസ്സിനെ അഭിസംബോധന ചെയ്ത് ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കും. ബഹുമാന്യ മുഖ്യമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നാം എല്ലാം ഇപ്പോൾ പങ്കെടുക്കുന്നത്. JDT ഇസ്ലാം അതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പരിപാടി എന്ന് പറയുമ്പോൾ എല്ലാവരിലും സന്തോഷം പോകാറുള്ള കാര്യമാണ്. നമ്മുടെ നാടും രാജ്യവും ലോകവും കോവിഡിൻ്റെതായ പ്രതിസന്ധിയിലായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലം. ആ ഘട്ടത്തില് ഒരുമയോടെ എന്ന സന്ദേശമാണ് കേരളം ലോകത്തിന് നൽകിയത്. ഇവിടെ പ്രത്യേക തരത്തിലുള്ള സഹജാവബോധം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിലെല്ലാം കണ്ടത്. എന്നാൽ ഇതിപ്പോഴുണ്ടായിട്ടല്ല, ഒരു നൂറ്റാണ്ട് മുൻപ് തന്നെ ആ സഹജാവബോധം വലിയ തോതിൽ കുഞ്ഞുങ്ങളെ ഉന്നതിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ തുടക്കം കുറിച്ച ഒരു സംരംഭമാണ്
ഈ സ്ഥാപനം എന്നത് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത വേർതിരികളില്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം ഇത് പ്രഥമ പരിഗണനാ വിഷയമായി ഉയർന്നു വന്നുവെന്നാണ്. ഇത്തരത്തിൽ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതിനിടയായ നവോത്ഥാന മുന്നേറ്റത്തെ സ്നേഹിക്കാനുള്ള അവസരം കൂടിയാണ്. നടത്തിപ്പിലൂടെ ഈ സ്ഥാപനം അതിൻ്റെതായ പങ്കുവഹിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിൽ കൂടി ഈ സ്ഥാപനം വഴിവെച്ചിട്ടുണ്ട്. 100 വർഷം മുൻപ് എങ്ങനെയാണ് ഒരു ഓർഫനേജ് തുടങ്ങേണ്ടത്ര ആ തോതിൽ ഇവിടെ കുഞ്ഞുങ്ങൾ അനാഥരായി തീർന്നു. എന്നാൽ ഇപ്പോൾ ചോദിക്കേണ്ട പ്രസക്തമായ ചോദ്യം, സാമ്രാജ്യത്വ അധിനിവേശത്തിനെതിരെ ഇവിടെയുള്ള കർഷകരും ജനങ്ങളും സംഘടിച്ചപ്പോൾ ബ്രിട്ടീഷുകാരുടെ നോക്കിനു മുന്നിൽ ആപ്തവാക്യം തന്നെയാണ്. കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന എല്ലാവരും കരുണയുടെ പ്രാധാന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. ആശാന്റെ കവിതയായി, വാക്പ്രാണത്തിന്റെ പ്രബോധനങ്ങളായി, ചട്ടമ്പിസ്വാമികളുടെ വചനമായി കരുണ അവതരിപ്പിക്കും. 430 കിടക്കകൾ, 12 ശാഖകളുള്ള ഇക്ര ആശുപത്രി, ഇതെല്ലാം അതിൻ്റെ തെളിവാണ്. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പദ്ധതികൾ കൂടുതൽ നേട്ടങ്ങളിലേക്ക്, അതായത് കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങളും വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക്, ആരോഗ്യ മേഖലയ്ക്ക് ഉദ്ദേശിക്കുന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ശ്രദ്ധിക്കണം എന്നുകൂടി ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മാത്രം നല്ലതായി എല്ലാവരും കാണണമെന്നില്ല. അതെപ്പോഴും മനസ്സിലുണ്ടാവും. അത്തരമൊരു ഘട്ടകാലത്താണ് നാം ജീവിക്കുന്നത് എന്നത് നാം എല്ലാം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പാലിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകുന്നത് എന്ന് ഈ ഘട്ടത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നല്ലതായതുകൊണ്ട് മാത്രമായി സഹകരിക്കാൻ ഒട്ടേറെ സുമനസ്സുകൾ തയ്യാറാകുന്നു എന്നത് പ്രശംസനീയമായ കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ഇനിയും കൂടുതൽ മെച്ചപ്പെടണം. ഈ കാര്യങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹകരണവും പിന്തുണയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി സർ. ഈ സദസ്സിനെ ഹർഷപുളകിതമാക്കുന്ന ആവേശകരമായ ഒരു പ്രഖ്യാപനം ഇവിടെ നടക്കുകയാണ്. JDT ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതി JDTക്ക് വേണ്ടി പ്രസിഡന്റും സെക്രട്ടറിയും മുഖ്യമന്ത്രിയിൽ നിന്ന് അഹമ്മദ് സാഹിബിന്റെ ചെക്ക് ഏറ്റുവാങ്ങുകയാണ്.
മറ്റൊരു സവിശേഷമായ ചടങ്ങ് കൂടി ഇതോടൊപ്പം നടക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ യങ് ഇൻസ്പയർ അവാർഡിന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് അർഹനായ സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയ JDT ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അമൽ ഇക്ബാലിനെ മുഖ്യമന്ത്രി ഈ വേദിയിൽ വെച്ച് അനുമോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ റിയാസ് അവർക്ക് എത്രയും പെട്ടെന്ന് മറ്റൊരു പരിപാടിക്ക് വേണ്ടി പോകേണ്ടതുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നിർവഹിക്കേണ്ടിയിരുന്ന എഡ്യൂക്കേഷണൽ എക്സലൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇനോഗ്രേഷൻ നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നു.